മുതലാളി ഇപ്പോൾ ഇവിടെ ഫ്രീ ഉണ്ട്, ഞങ്ങളൊന്ന് ചോദിച്ചു നോക്കും. നജുമ, ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടാളിപ്പോൾ ഇവിടെ 5-8 കൊല്ലം കഴിഞ്ഞു. ഈ 1700 ദിർഹംസ് കൊണ്ട് ഒന്നിനും തികണില്ല. വീട്ടിലേക്ക് പൈസ അയക്കണമെങ്കിൽ പിന്നെയും കടം വാങ്ങേണ്ട അവസ്ഥയാണ്. കുട്ടികളെ പഠിപ്പും മറ്റുള്ള ചെലവെല്ലാം കൂടി ഈ കിട്ടുന്നോണ്ട് തികണില്ല. നിങ്ങളിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരുന്ന ശമ്പളം കൂട്ടുന്ന കാര്യക്കാരല്ലേ? അല്ല, ഇപ്പോഴത്തെ കച്ചവടത്തിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയില്ലേ? പിന്നെ ഇപ്പം നിങ്ങൾ രണ്ടാളും മാത്രമല്ലല്ലോ ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് അറിയാത്ത വേറെ എന്തൊക്കെ ചെലവുകൾ ഇവിടെ ഉണ്ട് എന്നറിയാം. നിങ്ങൾക്ക് നിങ്ങളെ വിസ അടിക്കൽ, നിങ്ങളെ ഫുഡ്, നിങ്ങളെ റൂമിൻ്റെ റെൻറ്റ്, യൂണിഫോം, അതിൻ്റെ ഒക്കെ പുറമെ കടൻ്റെ വാടക, ഇതിൻ്റെ റൂമിൻ്റെ വാടക, കറണ്ട്, വെള്ളം, ഇതൊക്കെ പാടെ തള്ളിയൊപ്പിക്കാൻ ഞാൻ പെടുന്ന പാട് എനിക്കും പഠിച്ചവനും മാത്രമേ അറിയുള്ളൂ. ഒരു മിനിറ്റേ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. എവിടെ? എൻ്റെ ഒരു വിവരമില്ലല്ലോ. കാര്യമില്ലാതെ നിങ്ങളെ വിളിച്ച് ശല്യപ്പെടുത്തണ്ടെന്ന് കരുതിയിട്ടാ. ഇപ്പോൾ 1-2 കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. എന്താ ഇപ്പം ഇത്? സ്കൂളൊക്കെ തുറന്നതല്ലേ, അപ്പോൾ SSLCക്കും +2നും ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കുന്നൊരു ചടങ്ങ് ഇക്കൊല്ലമുണ്ട്. കഴിഞ്ഞ കൊല്ലത്തിനേക്കാളും ഗംഭീരാക്കണം എന്നാണ് PTA കമ്മിറ്റിൻ്റെ തീരുമാനം. അത് നല്ലൊരു തീരുമാനമാണ്. അങ്ങാടി മൊത്തം ഫ്ലെക്സ് വെക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഫ്ലെക്സ് വെക്കുമ്പോൾ സ്പോൺസർ ചെയ്യുന്ന നിങ്ങളെ ഫോട്ടോ ഉണ്ടാവും. 3 ലക്ഷമൊക്കെയാണ് പോലും ബഡ്ജറ്റ് പറയണത്. ആയിക്കോട്ടെ, അത് നമുക്ക് വേണ്ട മാതിരി ചെയ്യാന്ന്. വേറെന്താ? പിന്നെ അടുത്ത മാസമാണ് നമ്മളെ ക്ലബിൻ്റെ വാർഷികം. അതിപ്പോൾ നമുക്ക് മോശമാക്കാൻ പറ്റൂല. ഒക്കെ നമുക്ക് ശരിയാക്കാം. ഏതായാലും വൈകുന്നേരം കിട്ട ഇറങ്ങി. അപ്പം എൻ്റെ ഇപ്പം നമ്മൾ പറഞ്ഞേ, ശമ്പളം കൂട്ടുന്ന കാര്യം അതിപ്പം നടക്കൂല. ഹൃദയം